നമസ്കാരം. കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ അറിയാത്തവരായി ഇന്ന് ആരും ഉണ്ടാകില്ല. അത്രത്തോളം ഇന്ന് ഫേമസ് ആണ് രേണു സുധി. ബിഗ് ബോസിൽ കൂടി എത്തിയതോടുകൂടി ആരാധകർക്ക് പ്രിയപ്പെട്ടവളായി മാറി. കഴിഞ്ഞ കുറേ നാളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് രേണു. ആദ്യമായി ദാസേട്ടൻ കോഴിക്കോടുമായുള്ള ഒരു റീൽസ് വീഡിയോ വൈറലായതോടെയാണ് രേണു സോഷ്യൽ മീഡിയയിൽ താരമായി മാറുന്നത്. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും രേണുവിനെ തേടിയെത്തിയിരുന്നു. അതിനിടെ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലേക്കും രേണു എത്തിയതോടുകൂടി രേണുവിന്റെ തലവര തന്നെ മാറി. എന്നാൽ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചവരായിരുന്നു കൊല്ലം സുധിയുടെ കുടുംബം. എന്നാൽ ആ സമയത്തായിരുന്നു കൊല്ലം സുധിയുടെ കുടുംബത്തിനായി KHTC നിർമ്മിച്ചു നൽകിയ വീട് ചർച്ചയായി മാറുന്നത്. അന്ന് ആ സമയത്ത് ഒരു ആശ്വാസമായിരുന്നു ആ വീട്. പക്ഷേ ഇതിന് പിന്നാലെ രേണു വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി മാറിയതോടുകൂടി വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു സുധി പരസ്യമായി തന്നെ ഈ വീടിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. കൊല്ലം സുധിയുടെ കുടുംബത്തിനായി KHTC നിർമ്മിച്ചു നൽകിയ വീടും രേണു വീടിനെ കുറ്റപ്പെടുത്തി ചെയ്ത വീഡിയോകളും ഏറെക്കാലമായി ലൂപ്പിൽ എന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വിവാദമായി കറങ്ങുന്നുണ്ട്. KHTC സംഘടന ഭാരവാഹി ഫിറോസിനെ കുറ്റപ്പെടുത്തിയാണ് ഒട്ടുമിക്ക വീഡിയോകളിലും രേണുവും മാതാപിതാക്കളും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സുധിയുടെ മകൻ കിച്ചുവിന്റെ ഭാഗത്തു നിന്നും അത്തരം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. സുധിയുടെ മരണശേഷം അവരുടെ കുടുംബത്തിന് KHTC എന്ന സംഘടന വീട് വെച്ച് നൽകിയിരുന്നു. സുധിയുടെ മക്കളായ കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ് വീട്. കിച്ചു കൊല്ലത്ത് താമസിക്കുന്നതിനാൽ കോട്ടയത്ത് നിർമ്മിച്ച സുധിലയത്തിൽ രേണുവും ഋതപ്പനും രേണുവിന്റെ മാതാപിതാക്കളുമാണ് താമസിക്കുന്നത്. അടുത്തിടെ ഈ വീടിന്റെ രേണുവിനെതിരെ രേണുവും മാതാപിതാക്കളും രംഗത്തെത്തിയതും വാർത്തയായി. പുതിയ വീട് വെച്ച് 6 മാസം കഴിഞ്ഞതിന് പിന്നാലെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. മഴക്കാലത്ത് വീടിന് ചോർച്ചയുണ്ടായെന്നും ചുമരിൽ നിന്നും സിമന്റും പെയിന്റും അടർന്നു വീഴുന്നുവെന്നും പറഞ്ഞാണ് രേണുവും പിതാവും രംഗത്തെത്തിയത്. ഇത് വലിയ വിവാദമായിരുന്നു. KHTCയുടെ ഫിറോസ് ഇതിനെതിരെ രംഗത്തെത്തുകയും രേണുവിന്റെയും കുടുംബത്തിന്റെയും സമീപനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പിനെതിരെയും രേണു രംഗത്തെത്തിയിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്കാണ് കാരണമായത്. രേണുവും കുടുംബവും ഫിറോസിനോടും ബിഷപ്പിനോടും കാണിക്കുന്നത് നന്ദികേടാണ് എന്നും സുധിയുടെ പേരിൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് ലഭിച്ച വീട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്നും പറഞ്ഞ് നിരവധി പേർ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സമയമൊന്നും സുധിയുടെ മൂത്ത മകൻ കിച്ചു പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കിച്ചു. വീട് വെച്ച് തന്നവർക്കെതിരെ താൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും താൻ അവരെ തള്ളി പറയില്ലെന്നും കിച്ചു വ്യക്തമാക്കി. തന്റെ യൂട്യൂബ് ചാനലിലെ ലൈവിൽ ഫോളോവേഴ്സ് ചോദിച്ച ചോദ്യത്തോടായിരുന്നു കിച്ചുവിന്റെ മറുപടി. ഫിറോസിക്ക് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാനുമായിട്ടൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു വീട് വെച്ച് തന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇതുവരെ ആ വീടിനെ കുറ്റം പറഞ്ഞിട്ടില്ല. വളരെ നല്ലൊരു വീടാണത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർ മനസ്സ് വെച്ച് ഒരു വീട് തന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഒന്നുമില്ലാത്ത സമയത്ത് തന്നെ തന്ന വീടാണത്. ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയില്ലെന്നാണ് കിച്ചു പറഞ്ഞത്. വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളാണ് അത് പരിഹരിക്കേണ്ടതെന്നും കിച്ചു പറഞ്ഞു. സ്ഥലവും വീടും ഒരാൾക്ക് കൊടുക്കുക എന്നത് നിസ്സാര കാര്യമല്ല എന്നും കിച്ചു ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ടാണ് സുധിലയത്തിൽ താമസിക്കാത്തതെന്ന ചോദ്യത്തിനും കിച്ചു മറുപടി പറയുന്നുണ്ട്. തനിക്ക് ഏറ്റവും കംഫർട്ടായി നിൽക്കാൻ പറ്റുന്നത് കൊല്ലത്താണെന്നും പഠനവും മറ്റുമെല്ലാം അവിടെ തന്നെയാണെന്നും കിച്ചു പറഞ്ഞു. സുധിയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കിച്ചുവിന്റെ താമസം. കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് അധികം നാളായിട്ടില്ല. ആനിമേഷൻ വിദ്യാർത്ഥിയാണ് കിച്ചു. അടുത്തിടെ പുതിയൊരു കാറും സ്വന്തമാക്കിയിരുന്നു. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു. ആദ്യ ഭാര്യ സുധിയെ ഉപേക്ഷിച്ച ശേഷമാണ് രേണുവിനെ വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹബന്ധത്തിലുള്ള മകനാണ് ഋതപ്പൻ. രേണു സുധിയും മകൻ കിച്ചുവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വീട് തന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും വിവാദമായി തുടരുക തന്നെയാണ്. ഫിറോസിക്ക അങ്ങനെ ഒരു വീട് പണിത് തന്നതിൽ സന്തോഷം. ഞാൻ ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അത് തരാൻ കാണിച്ച എല്ലാവരോടും നന്ദി പറയുന്നെന്നുമായിരുന്നു കിച്ചു പറഞ്ഞത്. അങ്ങേറ്റം പക്വതയോടെയാണ് കിച്ചു സംസാരിച്ചത്. രേണുവിനെതിരെയുള്ള കിച്ചു സംസാരിച്ചതെന്ന തരത്തിലായിരുന്നു ചിലർ വ്യാഖ്യാനിച്ചത്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് കരുതി അവൻ എൻ്റെ മകനല്ലാതാകുമോ എന്നായിരുന്നു രേണു സുധി ചോദിച്ചത്. ആ വീട്ടിൽ ഋതപ്പനും എൻ്റെ അച്ഛനും അമ്മയുമാണ് താമസിക്കുന്നത്. അവനും കൂടി അവകാശപ്പെട്ട വീടാണത്. അവന് 18 വയസ്സായാലേ വീടിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. രേണു പറഞ്ഞത് ശരിയല്ലേ എന്നായിരുന്നു മൂപ്പൻസ് വ്ളോഗിലൂടെയായി ശരത് പരമേശ്വരൻ ചോദിച്ചത്. വീട് കൊടുത്തവരോട് രേണു നന്ദിയില്ലായ്മ കാണിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. അവരുടെ പേരിലല്ല വീട്. മാത്രമല്ല അവർക്ക് അതിലൊരു അവകാശവുമില്ല. ഇവരെന്തിനാണ് നന്ദി കാണിക്കേണ്ടത്? ജീവിതകാലം മുഴുവനും അവർ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ് ജീവിക്കണം. വീട് കിട്ടിയതിൽ കിച്ചു സംതൃപ്തനാണ്. അതിന്റെ നന്ദിയും കാണിച്ചിട്ടുണ്ട്. രേണു അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ. അവരെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? അവരുടെ ജീവിതമല്ലേ, അവർ ജീവിച്ചു പൊക്കോട്ടെ. സഹായം ചെയ്തവരും ചിന്തിക്കണം. ഇവരെ ഇപ്പോഴും ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആളുകളെ വലിച്ചു കീറി വീഡിയോ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. ഇന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ടു മുൻപ് കിച്ചുവിനെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്തോ കോളിൽ അവനെ കിട്ടിയില്ല എന്നും ശരത്ത് പറഞ്ഞിരുന്നു. അവരെ വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാറുണ്ട്. കോമിക് കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ് വരെ രേണുവിനെ ചിലർ അപമാനിച്ചിരുന്നു. ട്രോളുകളെ വരെ അതിജീവിച്ചാണ് അവർ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. വായിൽ നിന്നും
കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ അവർ സംസാരിക്കുന്നത് ഞാൻ അടക്കമുള്ളവർക്ക് കണ്ടന്റാണ്. അവർ പറയുന്നതും ചെയ്യുന്നതും ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആണോ? അമ്മ എന്ന പേര് പോലും ആ വീട്ടിലോ ഡോക്യുമെന്ററിയിലോ ഇല്ല. പിന്നെയും എന്തിനാണ് അവർ വീടിനെ കുറിച്ച് തന്നെ പറയുന്നത്? നിങ്ങളായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നും ശരത് ചോദിച്ചിരുന്നു. രേണുവിനെ കുറ്റം പറയാനാണ് ആളുകൾക്ക് താല്പര്യം. അവരുടെ നിസ്സഹായാവസ്ഥയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അവരുടെ അഭിപ്രായത്തിന് എന്താണ് വാല്യൂ കൊടുക്കാത്തത്? അത്രയും അധികം ചിന്തിച്ച് സംസാരിക്കുന്ന ആളൊന്നുമല്ല രേണു. കാണുന്ന വ്യക്തികൾ ഇതേക്കുറിച്ച് എങ്ങനെ എടുക്കുമെന്നൊന്നും ചിന്തിക്കുന്നില്ല. നാട്ടിന് പുറത്തുള്ള ഒരു പൊട്ടി പെണ്ണായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോശമായ അർത്ഥത്തിലല്ല ഇങ്ങനെ പറയുന്നതെന്നും ശരത് വിശദീകരിച്ചിരുന്നു. ഒരു സഹായം ചെയ്തിട്ട് അതേക്കുറിച്ച് എപ്പോഴും പറയുന്നത് ശരിയാണ്. വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. രേണുവിനെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, നല്ല കാര്യം. നിങ്ങൾ പറഞ്ഞതിനോട് 100% യോജിപ്പ് തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്നത്. അതേസമയം തന്നെ യൂട്യൂബ് ചാനലുകൾക്കും അഭിമുഖങ്ങൾ നൽകാറുണ്ട് ഇന്ന് രേണു. തനിക്ക് മുന്നിൽ മൈക്കുമായി എത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല രേണു. പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും വിവാദമായി മാറാറുമുണ്ട്. വീടിനെക്കുറിച്ച് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. അവന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്? 21 വയസ്സായ അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവന്റെ അഭിപ്രായം അവൻ പറയട്ടെ. എൻ്റെ അഭിപ്രായം ഞാനും പറയും. അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ മോൻ എൻ്റെ മോനല്ലാതെയാവുമോ? അവൻ എൻ്റെ മോനാണ്. ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അമ്മയും മകനും തന്നെയാണ്. കിച്ചുവിനെ ഞാൻ കുറച്ചു മുൻപ് വരെ വിളിച്ചിരുന്നു എന്നുമായിരുന്നു രേണു പറഞ്ഞത്. കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ? അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും വീടാണത്. എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല. എൻ്റെ പേരൻസിന് പ്രായമായി വരികയാണ്. അവർക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ നോക്കണം. അവനെ നോക്കാൻ വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും. പൈസ കൊടുത്ത ഒരാൾ നിർത്തേണ്ടതില്ല. അതാണ് അവർ അവിടെ നിൽക്കുന്നത്. അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നമെന്നും രേണു ചോദിച്ചിരുന്നു. ഇളയ മകന് 18 വയസ്സായി കഴിഞ്ഞാലേ ആ വീട് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവന് 18 കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല. ഇനി ആരൊക്കെ അവൾമാർ വന്നാലും അതിനു മുൻപ് അവിടെ നിന്നും ഇറങ്ങില്ല. അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കുമെന്നും രേണു പറഞ്ഞു. എയർപോർട്ടിൽ നിന്നും ലൈവായി വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തിരുന്നു. രേണു പറഞ്ഞതിന് തിരിച്ചു മറുപടിയും നൽകിയിരുന്നു. മക്കൾക്ക് വീട് നൽകിയതിന് ഫിറോസ് ഇക്കയോട് നന്ദിയുള്ളവളാണ് ഞാൻ. പക്ഷെ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ്, അവിടെ ചോർന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോരുന്നുണ്ടെന്ന് പറഞ്ഞത് അവർ തന്നെയാണ് വിവാദമാക്കിയത്. എൻ്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല. അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയത്. കിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു രേണു കിച്ചുവിനെ എന്തെങ്കിലും പറയുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ചത് പോലെയൊന്നും നടന്നില്ല. കിച്ചുവിനെ തിരിപ്പിക്കാനായി കുറേ പേർ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. രേണു പറഞ്ഞത് കൃത്യമായ മറുപടി തന്നെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്നത്.